ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മഞ്ഞ സുന്ദരിയാണ് കേട്ടോ. യെല്ലോ ഡബിൾ പെറ്റൽ അലമാണ്ട. ഇദ്ദേഹത്തെ ഒത്തിരി പേര് കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാലും ഈ കുഞ്ഞു സുന്ദരി ഒന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ മാർക്കറ്റിൽ കുറച്ച് റീസെൻ്റായിട്ട് വിൽപ്പനയ്ക്ക് കണ്ടുവരുന്ന ഒരു പ്ലാന്റാണ് ഈ യെല്ലോ ഡബിൾ പെറ്റൽ അലമാണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ഷബ്ബാണ്, അതോടൊപ്പം തന്നെ ഒരു വൈനായിട്ട് നമ്മൾ കാണുന്നതാണ്. മറ്റുള്ള അലമാണ്ടകൾ പോലൊക്കെ തന്നെയാണ് ഇതിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും വരുന്നത്. പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ പെറ്റൽസ് മൾട്ടി പെറ്റലാണ്. അതുപോലെ ഒരു ട്രംപറ്റ് ഷേപ്പിലാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക. അതുപോലെ ഇതിൻ്റെ ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് ഒത്തിരി നല്ല മണമുള്ളതാണ്, മറ്റുള്ള അലമാണ്ടകളെ പോലെയല്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകളെന്ന് പറയുന്നത്. ഇത് ഏത് കാലാവസ്ഥയിലും വളരാനും അനുയോജ്യമായിട്ടുള്ള ഒരു ചെടിയാണ്. ഒത്തിരി കെയറിങ്ങോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇവർക്ക്. പിന്നെ സൗത്ത് അമേരിക്കക്കാരിയാണ്, നമ്മുടെ കേരളത്തിലെ ആളൊന്നുമല്ല, പുറത്തുനിന്നുള്ള ആളാണ്. പക്ഷേ എങ്കിൽ പോലും ഇവിടെയൊക്കെ ഏറ്റവും നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ അലമാണ്ട ഡബിൾ പെറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മൾ പറയുകയും ചെയ്തു, ഷബ്ബാണെങ്കിൽ വൈനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 10 അടി അതല്ലെങ്കിൽ ഒരു 3 മീറ്ററിന് മുകളിലൊക്കെ ട്രോപ്പിക്കൽ ഏരിയാസിൽ വളരാൻ ചാൻസ് ഉള്ള ഒരു പ്ലാന്റാണിത്. ഇനി സൺലൈറ്റിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ സൺലൈറ്റ് നമുക്ക് എത്രത്തോളം ആകാമോ അത്രത്തോളം ആകാം. ഒരു 6 to 8 hours ഫുൾ സൺലൈറ്റിൽ നിന്നാലും ഒരു പ്രശ്നമില്ലാത്തൊരു ചെടിയാണ് നമ്മുടെ ഈ അലമാണ്ട എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇതിന് നമുക്കിനി അത്രയും വെയിലില്ല, പാർഷ്യലായിട്ട് സൺലൈറ്റ് ഉള്ളൂ എങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അതിൻ്റെ ഗ്രോത്തും അതുപോലെ തന്നെ ഫ്ലവറിങ്ങും കുറച്ച് കുറയും. ഫുൾ സൺലൈറ്റിലിരിക്കുന്ന അത്രയും ഒരു ഫ്ലവറിങ്ങും ഗ്രോത്തും എന്തിനുണ്ടാവില്ല നമ്മുടെ ഈ അലമാണ്ടയ്ക്ക് പാർഷ്യൽ സൺലൈറ്റ് ഇരിക്കുമ്പോൾ ഉണ്ടാവില്ല. ഇനി വാട്ടറിങ്ങിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റെഗുലറായിട്ട് വാട്ടറിങ് ചെയ്തോളൂ. പക്ഷേ എന്ന് വെച്ചിട്ട് ഓവറായിട്ട് വാട്ടർ ചെയ്യാനും പാടില്ല. ഒരു മിനിമം ഉണ്ട്. ഇപ്പോൾ ഇന്ന് വാട്ടർ ചെയ്തു നാളെ ചെയ്തില്ല എന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നും സംഭവിക്കാൻ പോണില്ല. കാരണം അത്യാവശ്യം ഹാർഡി ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. പക്ഷേ വെള്ളം ഒഴിക്കുമ്പോൾ ഒത്തിരി ഇങ്ങനെ കെട്ടി നിൽക്കുന്ന രീതിയിലൊന്നും വെള്ളം നമ്മൾ കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതുപോലെ ഇതിൻ്റെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു പ്ലാന്റാണിത്. എന്നാൽ സബ് ട്രോപ്പിക്കൽ റീജിയണിലും ഇത് പ്രശ്നമൊന്നുമില്ല കേട്ടോ. കണ്ടെയ്നേഴ്സിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് കൂൾ ക്ലൈമറ്റിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും. പക്ഷേ കുറച്ചുകൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എവിടെയാണ്? ട്രോപ്പിക്കൽ ക്ലൈമറ്റിലാണ് കുറച്ചുകൂടെ ഭംഗിയായിട്ടത് ഉണ്ടാവുന്നത്. ഇനി ബട്ടർഫ്ലൈസിന് ഒത്തിരി അട്രാക്ട് ചെയ്യുന്ന ചെടിയാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് ബട്ടർഫ്ലൈസിന് അട്രാക്ട് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഗാർഡനിൽ എന്തായാലും ഒരു യെല്ലോ ഡബിൾ പെറ്റൽ അലമാണ്ട ഇപ്പോൾ തന്നെ ഫിക്സ് ചെയ്തോളൂ, നല്ലതാണ്. അതുപോലെ തന്നെ സോയിലൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വെൽ ഡ്രെയിൻ ആയിട്ടുള്ളൊരു സോയിലൊക്കെ എടുക്കുക. അതുപോലെ pH 6 to 7 അറൗണ്ട് ആയിട്ടുള്ളതൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അതെന്താണെന്ന് വെച്ചാൽ ആ കളേഴ്സൊക്കെ ബ്രൈറ്റ്നസ്സൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ pHൻ്റെ കാര്യമൊക്കെ ഇത്രയും വൃത്തിയായിട്ട് പറയുന്നത്. ഇനി നിങ്ങളുടെ അവിടെയുള്ള മണ്ണ് ക്ലേ പോലത്തെ അതല്ലെങ്കിൽ കുറച്ച് ഹാർഡി ആയിട്ടുള്ള മണ്ണൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ച് ഓർഗാനിക് കമ്പോസ്റ്റോ അതും അല്ലെങ്കിൽ മണലൊക്കെ ചേർത്തിട്ട് പോട്ടി മിക്സ് തയ്യാറാക്കാനായിട്ട് ശ്രമിച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡ്രെയിൻ ചെയ്ത് പോകുമല്ലോ വെള്ളം വേഗം. പിന്നെ ഫെർട്ടിലൈസർ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും വാട്ടർ സോലുബിൾ ആയിട്ടുള്ള ഇത് വെള്ളത്തിൽ കലക്കിയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ല 10-10-10 ഒക്കെ ഇല്ലേ, അതൊക്കെ നമ്മൾ വെള്ളത്തിൽ കലക്കി മിക്സ് ചെയ്ത് അടിക്കുന്നതാണ് നല്ലത് ഡയറക്റ്റ് കൊണ്ട് ഇടുന്നതിനേക്കാളും. ഇനി വേറൊരു കാര്യമുണ്ട്, ഒരുപാട് ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യാനും പാടില്ല കേട്ടോ. അത്രയധികം ഫെർട്ടിലൈസേഴ്സ് ഇഷ്ടപ്പെടുന്ന സാധനമൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി കെയർ ഒന്നും കൊടുക്കേണ്ട സാധനമല്ല. ഓവറായിട്ട് നമ്മൾ ഒന്നും പ്രൊട്ടക്റ്റ് ചെയ്യാണ്ടിരുന്നാൽ മതി. ഒരു മിനിമത്തിൽ കൂടെ പോകുന്ന രീതിയിൽ എല്ലാം ചെയ്യുക. അതുപോലെ പ്രൂണിംഗ് ഒക്കെ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ എന്താ വെച്ചാൽ നല്ലോണം ഗ്രോത്തും ഉണ്ടാവും, അതുപോലെ തന്നെ നന്നായി ഫ്ലവർ ചെയ്യും. നമ്മൾ എവിടെയൊക്കെ കട്ട് ചെയ്യുന്നു അവിടെയൊക്കെ പുതിയ ലീഫ് വരാനും പുതിയ ഫ്ലവേഴ്സ് വരാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. ഇനി ചില സമയത്ത് ഇപ്പോൾ വിൻ്റർ പീരീഡൊക്കെ വരില്ലേ, അതായത് ഇല പൊഴിയുന്ന സമയത്ത് മഞ്ഞുള്ള സമയത്തൊക്കെ നമ്മൾ ഫെർട്ടിലൈസേഴ്സ് അധികം യൂസ് ചെയ്യേണ്ട, കുറയ്ക്കുകയാണ് എപ്പോഴും നല്ലത്. വളരെ മൈൽഡായിട്ടുള്ള ചെയ്താൽ മതി, വളരെ കുറച്ച് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇനി ഇതിനൊരു അഫക്റ്റ് ചെയ്യുന്ന ഇൻസെക്ട്സുകളുണ്ട്. അതെന്ന് പറയുന്നത് നമ്മുടെ മുഞ്ഞ കേട്ടിട്ടില്ലേ, അഫിഡ്സ് അല്ലെങ്കിൽ സ്കെയിൽ ഇൻസെക്ട്സ്, പിന്നെ മറ്റേ ചെറിയ കുഞ്ഞു എട്ടുകാലികൾ കണ്ടില്ലേ, ചെറിയ ചിലന്തികൾ, അതൊക്കെ നമ്മുടെ ഈ അലമാണ്ട പ്ലാന്റിനെ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിന് പറ്റുന്ന
സോല്യുബിളായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് നേരത്തെ പറഞ്ഞില്ലേ, അതൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഫംഗിസൈഡുകൾ ചെയ്ത് കൊടുത്താൽ കുഴപ്പമില്ല. പിന്നെ ചില സമയത്ത് ഫംഗൽ ഡിസീസുകൾ വരാറുണ്ട്. കൂടുതൽ ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ വെള്ളം ഓവറായിട്ട് കെട്ടിയത് ഞാൻ പറഞ്ഞല്ലോ, ഓവർ വാട്ടറിങ് നല്ലതല്ല ഇതിന്. അപ്പോൾ ഓവറായിട്ട് വാട്ടറിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഫംഗിസൈഡ്സ് ഉണ്ടാവാനായിട്ടുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫംഗിസൈഡുകളൊക്കെ യൂസ് ചെയ്തിട്ട് മാക്സിമം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സുന്ദരിയായ അലമാണ്ട പ്ലാന്റ് നമുക്ക് വളർത്തിയെടുക്കാം. നല്ല ഭംഗിയുള്ള നമ്മുടെ ഗാർഡനുകളിൽ വെക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ യെല്ലോ ഡബിൾ പെറ്റൽ അലമാണ്ട എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ പ്ലാന്റ് വാങ്ങാനായിട്ട് ശ്രമിക്കുക. നല്ല പ്ലാന്റാണ്, വളർത്തിയെടുക്കാനും ഈസിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് നമ്മുടെ ഇതിൽ കാർട്ടിൽ അവൈലബിൾ ആണ്. ഞാൻ പ്രൈസ് ഇവിടെ പറയുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ അത് പല പല സൈസുകളിൽ അവൈലബിൾ ആണ്. അപ്പോൾ ചിലപ്പോൾ ചെറിയ സൈസ് ഉണ്ടാവും, ചിലപ്പോൾ വലിയ സൈസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചോദിച്ചു വരുമ്പോൾ ചിലപ്പോൾ ചെറിയ സൈസ് എൻ്റെ കയ്യിലുള്ളൂ എന്ന് വെച്ചാൽ വലിയ സൈസ് ചോദിച്ചാൽ തരാൻ പറ്റണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഏതാണോ ഉള്ളത് അത് ഞാൻ പ്രൊവൈഡ് ചെയ്യാം എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. ഇനി പുതിയ പുതിയ ചെടികളുടെ വിശേഷങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് കയറുക, ഗ്രൂപ്പിൽ ജോയിൻ ആവുക. അപ്പോൾ എല്ലാവരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ആവശ്യപ്പെടുന്നു. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. അതുവരേക്കും ബൈ ബൈ.